നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയറോ സിരിയയിലെ വാസ്കോഡി ഗാമയുടെ 6-0 പൊട്ടിത്തകർന്നതിന് പിന്നാലെ സാന്റോസ് അവരുടെ കോച്ച് ക്ലബർ സേവിയറെ പുറത്താക്കിയിരിക്കുന്നു. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവർ ഇറക്കിയിരിക്കുന്നു. അതിൽ പറയുന്നത് സാന്റോസ് FC അനൗൺസസ് ദി ഡിപ്പാർച്ചർ ഓഫ് കോച്ച് ക്ലബർ സേവിയർ. ക്ലബർ സേവിയറിന്റെ പുറത്തുപോക്ക് സാന്റോസ് FC അനൗൺസ് ചെയ്യുകയാണ്. ക്ലബ്ബ് കോച്ചിന്, അദ്ദേഹത്തിൻ്റെ സർവീസസിന്, അദ്ദേഹം ചെയ്ത സേവനത്തിനൊക്കെ നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവി പരിപാടികൾക്ക് എല്ലാ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സാന്റോസ് അദ്ദേഹത്തെ സാക്ക് ചെയ്ത കാര്യം ഒഫീഷ്യലി അറിയിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന ഒരു കാര്യം, ടിറ്റോയുടെ അസിസ്റ്റന്റ് പരിശീലകനായിട്ട് വലിയ രൂപത്തിൽ നെയ്മറുമായിട്ടൊക്കെ ടച്ച് ഉണ്ടായിരുന്ന ഒരു ബന്ധമൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ക്ലബർ സേവിയർ. പക്ഷേ സാന്റോസിലെ കോച്ചായ ചെറിയ കാലത്ത് അദ്ദേഹത്തിന് അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. 15 കളികളാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ടീം കളിച്ചത്. 5 വിജയങ്ങൾ, 3 സമനിലകൾ, 7 തോൽവികളാണ്. 40% മാത്രമാണ് വിന്നിംഗ് പെർസെൻറ്റേജ്. 14 ഗോളുകൾ അടിച്ചു, 21 ഗോളുകൾ തിരികെ വാങ്ങി. അപ്പോൾ അങ്ങനെ അത്ര മികച്ചതല്ലാത്തൊരു പെർഫോമൻസ് സാന്റോസ് നടത്തിയതിന് പിന്നാലെ അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു. ഇന്നലെ ഇപ്പോൾ ആരാധകർ അദ്ദേഹത്തെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചാൻഡൊക്കെ നടത്തിയിരുന്നു. സാമ്പോളി വരണം എന്ന് പറഞ്ഞുകൊണ്ട്. സാമ്പോളി ഒരുപക്ഷെ സാന്റോസിന്റെ കോച്ചായി വന്നേക്കും. അദ്ദേഹം നേരത്തെ സാന്റോസിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അർജന്റീനക്കാരനായ അർജന്റീന ദേശീയ ടീമിനെയൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള സാമ്പോളി വരണമെന്നാണ് ആരാധകരുടെ ആഗ്രഹം. അവരങ്ങനെ ചാൻഡ് ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ക്ലബർ സേവിയറെ പറഞ്ഞു വിട്ടിരിക്കുന്നു സാന്റോസ്. അതുകൊണ്ട് സാന്റോസിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമോ കണ്ടറിയാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.